Footwala engineer. സോ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഈ റോബോ സ്റ്റുഡിയോയുടെ ബേസിക് ടാബ്സ് എല്ലാം നോക്കിയിരുന്നു. ഓക്കെ. സോ ഈ പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്റ്റേഷൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെയാണ്. ഓക്കെ. സോ റോബോ സ്റ്റുഡിയോ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന് ഓൺലൈൻ പ്രോഗ്രാമിംഗ്, അതായത് നിങ്ങളുടെ അടുത്തൊരു ഫിസിക്കൽ കൺട്രോളർ ഉണ്ട് റോബോട്ടിന്റെ. സോ ഷോ ഫ്ലോറിൽ പോയി നിങ്ങളുടെ ലാപ്ടോപ്പ് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് ആ കൺട്രോളറിലോട്ട് കണക്ട് ചെയ്യാന്ന് വിചാരിച്ചാൽ കൺട്രോളറിലോട്ട് പോവുക, ആഡ് കൺട്രോളർ കൊടുക്കുക. ഇവിടെ വൺ ക്ലിക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ നിങ്ങൾ ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുന്ന സ്ലോട്ടിൽ ആ കൺട്രോളറായിട്ട് ലാപ്ടോപ്പ് അല്ലെങ്കിൽ റോബോ സ്റ്റുഡിയോ കണക്ട് ആവും. ഇനി നിങ്ങളുടെ റോബോട്ട് അല്ലെങ്കിൽ കൺട്രോളർ ഒരു ഹബിലോട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കണക്ട് ടു കൺട്രോളർ കൊടുക്കുക. ഇവിടെ ലൊക്കേറ്റ് റിമോട്ട് കൺട്രോളർ കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ റോബോട്ടിന്റെ IP അഡ്രസ് കൊടുക്കുക 192.168.10.1. ഇതാണ് ബേസിക് IP അഡ്രസ് ABB റോബോട്ടിന്റെ. ഓക്കെ. സോ ഇവിടെ റിഫ്രഷ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ലിസ്റ്റ് ഇവിടെ പബ്ലിഷ് ആവും. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഞാനിപ്പോൾ ഇവിടെ സിമുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഉള്ള കൺട്രോളറാണ് സെലക്ട് ചെയ്യുന്നത്. അതായത് വെർച്വൽ ആയിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതിൽ നമുക്ക് ഫെൻസിങ്, റോബോട്ട്, അതുപോലെ ബേസിക് പ്രോഗ്രാമിംഗ് എല്ലാം ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ അതിന് വേണ്ടി ഫസ്റ്റ് ഫയൽ പ്രസ് ചെയ്യുക. ഫയൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ന്യൂ സെലക്ട് ചെയ്യുക. ഇതിൽ നമുക്കൊരു 3 ഓപ്ഷൻ കാണും: സ്റ്റേഷൻ, റാപ്പിഡ് മൊഡ്യൂൾ ഫയൽ, കൺട്രോളർ, കോൺഫിഗറേഷൻ ഫയൽ. സ്റ്റേഷൻ ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് സിമുലേഷൻ പർപ്പസിന്. ഓക്കെ. സോ അതിൽ ക്രിയേറ്റ് പ്രസ് ചെയ്യാം. ക്രിയേറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വർക്ക് സ്പേസ് കാണും. സോ ഇതാണ് നിങ്ങളുടെ വർക്ക് സ്പേസ്. സോ സൂം ഔട്ട് ചെയ്യാം, അതുപോലെ സൂം ഇൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൺട്രോളർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർക്ക് സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, മൂവ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് കൺട്രോളർ ഷിഫ്റ്റ് മൗസ് പോയിന്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇത് നമ്മൾ ഹൈ പ്രിസിഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ. സോ ഇതിൽ എങ്ങനെ റോബോട്ട് ആഡ് ചെയ്യണം? വിർച്വൽ ഹോമിൽ പോവുക, വിർച്വൽ കൺട്രോളർ ബിൽഡ് സ്റ്റേഷൻ എടുക്കുക, ഇതിൽ ന്യൂ കൺട്രോളർ സെലക്ട് ചെയ്യാം. ഓക്കെ. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഫയൽ കിട്ടും. ഇതിൽ നിങ്ങളുടെ ഈ പ്രൊജക്റ്റിന്റെ ഒരു നെയിം കൊടുക്കുക. ട്രയൽ 1 എന്ന് ഞാൻ പേര് കൊടുക്കുന്നു. എനിക്ക് ഓൾറെഡി എക്സിസ്റ്റ് ആണ്. സോ ട്രയൽ 1, 2 എന്ന് പറയുന്നിട്ട് ഞാൻ പേര് കൊടുക്കുന്നു. ഇത് സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ ക്രിയേറ്റ് ഫ്രം ബാക്കപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കപ്പ് ഫയൽ സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാന്നാണ്. ഓക്കെ, ക്രിയേറ്റ് ന്യൂ പ്രസ് ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള റോബോട്ട് സെലക്ട് ചെയ്യാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടംപോലെ റോബോട്ട്സ് ഉണ്ട്. ഞാൻ പക്ഷെ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് 2600 എന്ന് പറയുന്ന ഒരു ബേസിക് റോബോട്ടാണ്. ഓക്കെ, സെലക്ട് ചെയ്തു. സോ അപ്പോൾ അതിന് വേരിയൻസ് കാണിക്കും. ഇതിൽ IRB എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റോബോട്ട് ബോഡിയും 2600 എന്ന് പറയുന്നത് റോബോട്ടിന്റെ മോഡലാണ്. 12 kg എന്ന് പറയുന്നതിന്റെ പേലോഡാണ്. 1.65 എന്ന് പറയുന്നതിന്റെ റീച്ച് ആണ്. ഓക്കെ, എത്ര ദൂരത്തേക്ക് റോബോട്ടിനെ റീച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന് എത്ര ദൂരത്തേക്ക് അതിന്റെ വർക്ക് ഒബ്ജക്റ്റ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ 1.65 കൊണ്ട് കാണിക്കുന്നത്. സോ നമ്മുടെ വർക്ക് ഏരിയ അല്ലെങ്കിൽ വർക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ 1.65 മീറ്ററിന്റെ ഉള്ളിലായിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ IRB 2600 20 kg ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്താണ് ശ്രദ്ധിക്കേണ്ടത് റോബോട്ട് വയർ. ഈ 7.21.0യും അല്ലെങ്കിൽ 6.15 സ്റ്റാർട്ട് ചെയ്യുന്നതുമാണ് നമ്മുടെ കൺട്രോളർ വരുന്നത്. ഈ 6.15 എന്ന് പറയുന്നത് IRC5 കൺട്രോളറും അതുപോലെ തന്നെ 7.16 അല്ലെങ്കിൽ 7 സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഒമ്നിക്കോർ പെൻഡന്റുമാണ്. ഓക്കെ, കൺട്രോളറാണ്. അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് കൺട്രോളറാണ് ABBക്ക് ഉള്ളത്. ഒന്ന് IRC5ഉം രണ്ട് ഒമ്നിക്കോറും. രണ്ടും സെയിം പർപ്പസ് ആണെങ്കിലും രണ്ടിന്റെയും UI അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വ്യത്യാസമുണ്ട്. IRC5 3 ഫേസും അതുപോലെ തന്നെ ഒമ്നിക്കോർ സിംഗിൾ ഫേസും ആണ്. ഓക്കെ, സോ രണ്ട് കൺട്രോളറും നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം.
ഇതിന്റെ പെൻഡന്റ് ഞാൻ അടുത്ത പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ IRC5 സെലക്ട് ചെയ്യാണ്. ഓക്കെ, അത് ഞാൻ ഓക്കെ കൊടുക്കുന്നു. സോ ഇവിടെ ഒരു ഗ്രീൻ ബാർ പോകുന്നുണ്ടോ? സോ ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങളുടെ റോബോട്ട് ഇവിടെ വിസിബിൾ ആവും. സോ ഇങ്ങനെ ഒരു ടാബ് നിങ്ങൾക്ക് വരും. സോ ഇത് ഇതിന്റെ ബേസിന് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ബേസിന്റെ ഗ്രൗട്ടിംഗ് ആണ് ഈ സിയും ജി ടൈപ്പും എന്ന് പറയുന്നത്. ഞാൻ ഇതിൽ സി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഞാൻ സി സെലക്ട് ചെയ്യുന്നു, ഓക്കെ പ്രസ് ചെയ്യുന്നു. സോ എന്ത് സംഭവിച്ചു? ഇവിടെ എൻ്റെ റോബോട്ട് എനിക്കിവിടെ വിസിബിൾ ആയി. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങളൊരു റോബോ സ്റ്റുഡിയോ തുടങ്ങുമ്പോൾ അതിലോട്ട് ഒരു റോബോട്ടിനെ അല്ലെങ്കിൽ ഒരു കൺട്രോളർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾക്കിവിടെ കൺട്രോളറിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലെക്സ് പെൻഡന്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, കൺട്രോളറിൽ പോവാ, ഇവിടെ തന്നെ ഫ്ലെക്സ് പെൻഡന്റ് ഓപ്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ IRC5 ആണ് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തത്, അതുകൊണ്ട് IRC5 ഫ്ലെക്സ് പെൻഡന്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, സോ പെൻഡന്റ് ഓപ്പൺ ചെയ്തു. പെൻഡന്റ് ഡീറ്റെയിൽ പാർട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഫീച്ചറാണ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് നീക്കാൻ പറ്റും. അതുപോലെ കൺട്രോൾ ഷിഫ്റ്റ് മൗസ് പോയിന്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് എല്ലാവരും ആക്സസും കാണാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ പോലെ ഇവിടെ ആക്സസുകൾ കാണാം. 1, 2, 3, 4, 5, 6 ആക്സസ് കാണാം. അതുപോലെ തന്നെ ഇതാണ് ഇതിന്റെ ലിങ്ക്സ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളൊരു സോഫ്റ്റ്വെയറിൽ റോബോ സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിൽ റോബോട്ടിനെ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, താങ്ക് യു.